യമഹ റേസഡാർ ഹൈബ്രിഡ് സ്കൂട്ടറിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാക്സിമം കാര്യങ്ങൾ നമ്മുടെ പ്ലസ് മൈനസ് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള എല്ലാം ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ മൈലേജ് തന്നെയാണ്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് യൂസ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ സിസ്റ്റമാണ്. അത് ഭയങ്കരമായ രീതിയിൽ വണ്ടിക്ക് 0.3 സെക്കൻഡ് ബൂസ്റ്റ് തരുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, ഇതിലൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മറ്റുള്ള ഏത് സ്കൂട്ടറിനേക്കാളിലും ബെറ്റർ മൈലേജ് ഉണ്ട്. കാരണം ഒരു പക്ഷേ പവറിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് മൈലേജ് മാക്സിമം ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു നോർമൽ യൂസിൽ നമുക്ക് 51+ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. അത് ആവറേജ് കിട്ടുന്നുണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വൈഫ് യൂസ് ചെയ്യുന്ന രീതിയിൽ വളരെ മെല്ലെയാണ് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണ കൂടുതൽ കത്തും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഒരു 50-55 ആ റേഞ്ചിൽ പോകുന്നത്. നമുക്കതിൽ കാണിക്കും, നമ്മളെ റിയൽ ടൈം മൈലേജ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു 50-55 ആ റേഞ്ചിൽ പോകുമ്പോഴാണ് ഇതിലൊരു ബെറ്റർ മൈലേജ് കിട്ടുന്നത്. വല്ലാതെ സ്ലോയിൽ പോകുമ്പോൾ മൈലേജ് കുറയും. പിന്നെ ഇതിൻ്റെ മൈനസ് ആയിട്ട് വേണമെങ്കിൽ പറയാം, നമുക്കിതിലൊരു USB ചാർജിങ് സ്പോട്ട് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫ്രണ്ടിൽ കുറച്ചും കൂടി സ്പേസ് കുറവാണ് സാധനങ്ങൾ വയ്ക്കാൻ. പിന്നെ എണ്ണ അടിക്കണമെങ്കിൽ സീറ്റ് പൊക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാമെന്നല്ലാതെ ഈ വണ്ടി ലോങ് ടൈം യൂസിന് ഒരു കംപ്ലൈൻറ്റും ഒരു പണി തന്നിട്ടില്ല. സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. 7000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ഗിയർ ഓയിലൊന്ന് മാറി, അതുപോലെ തന്നെ അതിൻ്റെ ഫിൽറ്റർ ഒന്ന് ചേഞ്ച് ആക്കി. സാധാ സർവീസുകളിലൊക്കെ ജസ്റ്റ് എൻജിൻ ഓയിൽ മാത്രം മതി. നല്ല രീതിക്ക് കൊണ്ടുനടക്കുകയാണ് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ മീതെ കുറേ എക്സ്ട്രാ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഫൈബർ പാർട്ടാണ് കൂടുതൽ. അത് ഇളകി പൊളിഞ്ഞ് ഫൈബർ പാർട്ടുകൾ പൊളിയുന്നത് പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിൽ 1 ഇയർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സാധനം പിടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇപ്പോഴും അവിടുന്ന് ഇവിടുന്ന് കടപെടേ എന്നുള്ള സൗണ്ട് ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. ഇതാണ് നമ്മളുടെ സത്യസന്ധമായ റിവ്യൂ.